സുഹൃത്തുക്കളെ, ഇതാണ് അസോള. ഇതൊരു പായലാട്ടോ. ഈ വെള്ളത്തിന്റെ മുകളിലൊക്കെ വളർന്നു വരുന്ന പുതിയൊരു പായലായത്. ഇത് നമ്മൾ കോഴിക്കും താറാവിനും പശുക്കൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളൊരു തീറ്റയാട്ടോ. കോഴികൾക്ക് അസോള കൊടുത്താൽ കോഴികൾ വരുന്ന മുട്ടയ്ക്ക് നല്ല വലിപ്പം വെക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഈ പലരും കോഴികൾക്ക് ഈ ചെറുപയറും എല്ലാം പൊളിച്ച് കൊടുക്കുന്നൊരു പരിപാടി കേട്ടിട്ടുണ്ട്, മുട്ടയ്ക്ക് വലിപ്പമില്ലാണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ ഒരു അസോള കൃഷി ചെയ്ത് അസോള എടുത്ത് കോഴിക്ക് കൊടുക്കുന്നതാട്ടോ. അതിനായിട്ട് നമ്മളൊരു ഒരടി ഹൈറ്റുള്ള ഒരു കുളം ഉണ്ടാക്കോട്ടോ ആദ്യം ചെയ്യുന്നത്. ഒരടിയില്ല, ഒരു 10 ഇഞ്ചൊക്കെ മാക്സിമം ഹൈറ്റ് മതി. നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ചോരാത്ത രീതിയിൽ നമ്മളൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ കൈയുടെ വലുപ്പത്തിലാണ് ഈ കുളത്തിൻ്റെ ഹൈറ്റ് ആവുകയുള്ളൂ. ഒരു കൈപ്പത്തിയുടെ വലുപ്പമുള്ളൂ ഈ കുളത്തിൻ്റെ ഹൈറ്റ്. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലിട്ടോ ചെയ്യുന്നത്. അപ്പം പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല കമ്പോസ്റ്റ് പോലെയായ കോഴികളും നമ്മളൊരു 1-2 ചാക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമ്മൾ ഈ കുളത്തിലോട്ട് പൊട്ടിച്ചിട്ടു. ഈ കുളത്തിൻ്റെ വലുപ്പത്തിൽ അത് ഇത് ഏകദേശം ഒരു 10 വലുപ്പമുള്ള കുളമാണ്, 10 വലുപ്പമുള്ളൊരു കുളമാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ഇതിൻ്റെ അകത്തൊരു 6-7 കൊട്ട മണ്ണാട്ടോ ഇട്ടിരിക്കണേ. തുടക്കത്തിൽ നമ്മൾ ആകെ ഇത് 2 ഇടുന്നുള്ളൂ. ചിലരൊക്കെ ഈ രാജാബോസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. 1 സ്പൂണോ 2 സ്പൂണൊക്കെ നമ്മുടെ പാറപ്പൊടിയില്ലേ രാജാബോസ് വളം, അതൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ കൾച്ചറായിട്ട് അന്ന് തന്നെ അസോള ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മൊത്തം കലക്കിയായിരുന്നു, ഇതൊന്ന് മിക്സ് ചെയ്തായിരുന്നു. ഈ കോഴിവളവും ഈ മണ്ണും തമ്മിൽ നന്നായി മിക്സ് ചെയ്തായിരുന്നു. പിന്നെ മഴക്കാലമായിരുന്നു. മഴ വരുമ്പോൾ വെള്ളം നിറഞ്ഞു പോകാതിരിക്കുക ശ്രദ്ധിക്കണം. കാരണം വെള്ളം നിറഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മൾ ഈ കുറച്ച് മിക്സ് ചെയ്ത പ്രോട്ടീനും, അതായത് ഈ അസോളയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കണ്ടന്റ് ഒഴുകിപ്പോവും. പിന്നെ നമ്മുടെ അസോളയ്ക്ക് ഒരു കരുത്ത് കാണൂല. അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ? ഈ അസോളനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഈ അസോളയ്ക്കകത്ത് ഡെക്ക് വീട് എന്ന് പറഞ്ഞൊരു പായൽ കയറിയിട്ടുണ്ട്. ഈ ഡെക്ക് വീട് എന്ന് പറഞ്ഞൊരു പായൽ വന്നാൽ പിന്നെ ഈ അസോള ഒന്നിനും കൊള്ളൂല. ഒന്നിനും കൊള്ളൂലെന്ന് പറഞ്ഞാൽ നല്ല അസോളയുടെ കൾച്ചർ മൊത്തം പോകും. അപ്പം നമ്മുടെയിലുള്ള ഈ അസോളയ്ക്കകത്ത് ഒറ്റ ഡെക്ക് വീടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും നമ്മുടെയിലുള്ള അസോള നമ്മളൊരു ഷെയ്ഡിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഒരു ഷെയ്ഡിനെറ്റിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോഴാണ് ഈ ഡെക്ക് വീട് ഉണ്ടാവുന്നതിനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കത് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അസോള വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിത് കേരളത്തിൽ എവിടെ ഇപ്പം അയച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളെ നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഇതിന് റിപ്ലൈ വരുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. നമുക്കറിയാവുന്ന രീതിയിൽ ഞങ്ങളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അസോള വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും കേരളത്തിലെ എവിടെ എത്തിച്ചു തരുന്നതാണ്.